ഹലോ ഡി നീറ്റ് ആസ്പിറൻസ്, ദിസ് ഇസ് ANJ ഫ്രം മാർക്കറ്റിംഗ്. സോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2026 കേരളത്തിലെ ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് MBBS BDS കോഴ്സുകളുടെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുടെയും ഫീസ് സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് ട്യൂഷൻ ഫീ ആയിരിക്കും. ട്യൂഷൻ ഫീ കൂടാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഫീ, ഹോസ്റ്റൽ ഫീ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മെസ് ഫീയും ഒക്കെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതായിട്ട് വരും. സോ ട്യൂഷൻ ഫീ മാത്രം എത്രയാണെന്ന് നമുക്ക് നോക്കാം. MBBS ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ ട്യൂഷൻ ഫീ 23,150 രൂപയാണ്. ഒരു വർഷത്തെ മാത്രം ഫീ ആണിത്. ആൻഡ് അടുത്തത് BDS, ഓരോ വർഷവും ഈ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യണം. BDS ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിൽ 20,840 രൂപയാണ്. അപ്പൊ MBBS ഫീസ് 23,150, 23,000 ആണ് വരുന്നത്. 23,150 ആൻഡ് 20,840 ആണ്. 20,840 ആണ് ഗവൺമെന്റ് BDS ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. റെഡി അല്ലേ? ഇപ്പോൾ അത് കൂടാതെ ഹോസ്റ്റൽ ഫീയും മെസ് ഫീയും ഒക്കെ ഉണ്ടായിരിക്കും. മെസ് ഫീ ഒക്കെ ഒരു 3,000 വെച്ച് പെർ മന്ത് ആകാനാണ് സാധ്യത. ഗവൺമെന്റ് കോളേജിലാണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കാലിക്കറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 3,000 റുപ്പീസ് മെസ് ഫീ ആയിട്ട് കൊടുക്കുന്നതായിട്ടാണ് വരാൻ സാധ്യത. യെസ്, അടുത്തത് നമ്മൾ സെൽഫ് ഫിനാൻസിങ് സ്ട്രീം നോക്കുകയാണ്. ഇത് ട്യൂഷൻ ഫീ ആണ്. ട്യൂഷൻ ഫീ കൂടാതെ നിങ്ങൾ സ്പെഷ്യൽ ഫീ അടക്കേണ്ടി വരും. അത് നിങ്ങൾ കോളേജുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഓരോ കോളേജിലും ഡിഫറെൻ്റ് ആയിരിക്കും. 80,000 തൊട്ട് 1,50,000 വരെയൊക്കെ സ്പെഷ്യൽ ഫീ കൊടുക്കേണ്ട കോളേജുകളുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ഫീ ഫസ്റ്റ് ഇയറിൽ കുറച്ച് കൂടുതലായിരിക്കും. അടുത്ത ഇയറിലേക്ക് പോകുമ്പോൾ കുറച്ച് കുറയാനാണ് സാധ്യത. അപ്പോൾ ഏത് കോളേജാണോ നിങ്ങൾ എയിം ചെയ്യുന്നത് ആ ഒരു കോളേജിലേക്ക് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഫീ എത്രയാണെന്ന് മനസ്സിലാകും. ഇത് ട്യൂഷൻ ഫീ ആണ്, ഫിക്സ്ഡ് ആണ്. സോ KMCT മെഡിക്കൽ കോളേജ് കോഴിക്കോട് മുക്കത്തുള്ള കോളേജാണ്. 85% സീറ്റുകളിലേക്ക് 8,47,690 രൂപയാണ് ഒരു വർഷം നിങ്ങൾ അടയ്ക്കേണ്ടത്. ആൻഡ് NRI കോട്ടയിലാണെങ്കിൽ 22,74,006 രൂപ. റെഡി? അടുത്തത് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജാണ്. 8,56,840, 22 ലക്ഷം രൂപയോളമാണ്. 22,50,000 രൂപയോളമാണ് NRI കോട്ടയിലെ ഫീസ്. അപ്പൊ NRI ഞാൻ പറയുന്നില്ല, എല്ലാ കോളേജുകളിലും 22 ലക്ഷത്തിനും 22.5 ലക്ഷം തൊട്ട് 23 ലക്ഷം, 23 എത്തിയിട്ടില്ല, ഒരു 22.5 ലക്ഷം, 22,70,75,000 വരെ എല്ലാ കോളേജിലും NRI കോട്ടയുടെ ഫീസ് വരുന്നത്. അപ്പൊ 22 ലാക്സിനും 23 ലാക്സിനും ഇടയിൽ 22,50,000 ഉള്ളതുകൊണ്ട് 77 ഉണ്ട്. അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, ഏകദേശം എല്ലാ കോളേജും അത് തന്നെയാണ്. ഓക്കെ, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 8,56,840. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂരുള്ള ടോപ്പ് 5 ക്യാമ്പസുകൾ എടുത്താൽ അതിൽ ജൂബിലി മിഷൻ ഉണ്ട്. 8,56,840. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി എറണാകുളമാണ്. 8,56,840. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ്, ഡോക്ടർ സോമർവിൽ മെഡിക്കൽ കോളേജ്, CSI മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രമാണ്. ഈ കോളേജുകളിലെല്ലാം 8,56,840 ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ നോക്കിയതിൽ KMCT മാത്രമാണ് 8,47,000 വരുന്നത്. ബാക്കി എല്ലാ ക്യാമ്പസുകളിലും 8,56,000 ആണ് ഫീസ്. മലബാർ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ കാലിക്കറ്റ് 8,56,840. അൽഅസർ മെഡിക്കൽ കോളേജ് തൊടുപുഴയാണ്. അൽഅസറിൽ 8,56,840. ഇതിൽ ചില കോളേജുകൾ മുസ്ലിം മൈനോറിറ്റി കോളേജുകളാണ്, ചിലത് ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജുകളാണ്. അപ്പൊ അവിടെ റിസർവ്ഡ് സീറ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഫീസ് ഇത്ര തന്നെ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫീസിൽ ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി കോട്ട വഴി നിങ്ങൾ കയറുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫീസിന് അളവോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നതായിരിക്കത്തില്ല കേട്ടോ. യെസ്, അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെക്കുക. ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ട്രിവാൻഡ്രം 8,10,175. MES മെഡിക്കൽ കോളേജ് മലപ്പുറം 8,56,840. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ട 8,50,436. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാടാണ്. 8,97,000, അതായത് 9 ലക്ഷം രൂപയോളാണ് അവിടുത്തെ വാർഷിക ഫീസ്. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടാണ്. 9 lakhs ആണ് മക്കളെ അവിടുത്തെ ഫീസ്. 9,31,118 ആണ് അവിടുത്തെ ഫീസ്. ശ്രീ ഉത്രാടം തിരുനാൾ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രമാണ്. 8,15,329. അസിസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലം 8,56,840. കരുണ മെഡിക്കൽ കോളേജ് പാലക്കാടുള്ള ക്യാമ്പസ് ആണ്. ഏറ്റവും മികച്ച ക്യാമ്പസുകളൊന്നാണ് കരുണ. എല്ലാ മെഡിക്കൽ സീറ്റുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബട്ട് ആ ഒരു എല്ലാ
ആ ഒരു ടോപ്പ് ലിസ്റ്റിൽ വരുന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ബട്ട് എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ 8,27,169. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളം 8,92,459. കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് 8,10,175. ഇതാണ് പ്രൈവറ്റ് സെക്ടറിൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള MBBSന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് ട്യൂഷൻ ഫീ മാത്രമാണ്. ഇത് കൂടാതെ ഹോസ്റ്റൽ ഫീയും കാര്യങ്ങളൊക്കെ 1.5 ലക്ഷത്തോളം വരുന്ന ക്യാമ്പസുകളുണ്ട്. അപ്പോൾ ആ ഒരു ഹോസ്റ്റൽ ഫീ, മെസ് ഫീ, സ്പെഷ്യൽ ഫീ ഒക്കെ നിങ്ങൾ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെടുക. അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു അലോട്ട്മെന്റ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഏത് ക്യാമ്പസാണോ കിട്ടുന്നത് ആ ക്യാമ്പസിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് അവിടുത്തെ ഫീ സ്ട്രക്ചർ തിരക്കാവുന്നതാണ്. ബട്ട് ഇത് ഫിക്സ്ഡ് ആണ്, ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഫീസാണ്. ഫീ റെഗുലേറ്ററി കമ്മീഷന്റെ ഫീസാണ്, ഫിക്സ്ഡ് ആണ്. ഇതിൽ കൂടുതൽ നിങ്ങളോട് വാങ്ങാൻ അവർക്ക് പറ്റില്ല. റെഡി? ഓക്കെ, ആൻഡ് ഇനി നമുക്ക് BDSന്റെ ഫീ സ്ട്രക്ചർ നോക്കാം. സെൽഫ് ഫിനാൻസിങ് ഡെന്റൽ കോളേജുകളുടെ ഫീ സ്ട്രക്ചർ ആണ്. 85% സീറ്റുകളിലേക്ക് 3,47,487. സോ എനിക്ക് പറയാനുള്ളത് BDS ഒപ്റ്റീം വളരെ സെലക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ ഓരോന്നും നോക്കി ചൂസ് ചെയ്യാവണം. കാരണം ഇത്തിരി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പിന്നിലാണെങ്കിൽ പോലും പ്രൈവറ്റ് സെക്ടറിൽ, സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ കഴിഞ്ഞ വർഷങ്ങളിൽ BDSന്റെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഹെവി ടാസ്ക് അല്ല, നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ക്യാമ്പസ് സെൽഫ് ഫിനാൻസിങ് സ്ട്രീമാണ്. നമ്മുടെ ജോലി സാധ്യതകൾ നിങ്ങൾ പരിശോധിക്കണം. ഓക്കെ, BDSന് ശേഷം നമുക്ക് ജോലി സാധ്യതകൾ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്, ഓക്കെ, അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ഒരു സ്ട്രീം നിങ്ങൾ ഒപ്റ്റ് ചെയ്യുമ്പോൾ, മീൻസ് സ്ട്രീം അല്ല, ഒരു കോളേജ് നിങ്ങൾ ഒപ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ആ ക്യാമ്പസിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ട് മാത്രം ആ ഒരു കോഴ്സിന്റെ ജോലി സാധ്യതകളെ കുറിച്ച് പരിശോധിച്ച ശേഷം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് അപ്പോൾ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ 3,50,000 രൂപയോളമാണ് ഫീസ്. NRI കോട്ടയുടെ ഫീസ് വരുന്നത്. അതായത് 100% സീറ്റുകളിൽ 15% സീറ്റ് NRI കോട്ടയിലേക്കാണ്. ബാക്കി 85% സീറ്റാണ് ജനറൽ ആയിട്ട് വരുന്ന സീറ്റുകൾ. ഓക്കെ, അതിൽ ഏത് കമ്മ്യൂണിറ്റിയിൽ പെട്ട കുട്ടിക്കും അപ്ലൈ ചെയ്യാം. കമ്മ്യൂണിറ്റി വൈസ് അല്ല പറയുന്നത്. NRI കോട്ട 15%, ബാക്കി വരുന്ന ജനറൽ മെറിറ്റ് 85%. യെസ്, 6,30,000 രൂപയാണ് NRIയുടെ ഫീസ് വരുന്നത് 15% സീറ്റുകളിലേക്ക്. സോ ഇതാണ് ഈ വർഷം വന്നിരിക്കുന്ന വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ. ഓൾറെഡി ഗവൺമെന്റ് MBBSന്റെ ഫീസ് ഇത് തന്നെയാണ്. യെസ്, അപ്പോൾ ചെറിയ ചില സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിലുള്ള കോളേജുകളിൽ, ക്യാമ്പസുകളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ മാത്രമാണുള്ളത്. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. ഫീസ് സ്ട്രക്ചർ ഒക്കെ കൂടി മനസ്സിലാക്കിയതിന് ശേഷം സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. കാരണം 8 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ നമ്മൾ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ MBBSന് മുടക്കേണ്ടതായിട്ടുണ്ട്. 8 ലക്ഷത്തിന് താഴെ ഫീസുള്ള ഒറ്റ ക്യാമ്പസ് പോലും ഇല്ല. എല്ലാ ക്യാമ്പസുകളിലും 8 lakhsന് മുകളിലാണ് വാർഷിക ഫീസ് വരുന്നത്. സോ ഒരു 4.5 വർഷം നമ്മൾ ഫീസ് അടയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അത്ര വർഷം കഴിയുമ്പോൾ അത്രയും വലിയൊരു ഫീസ് നമ്മൾ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ മുടക്കേണ്ടതായിട്ട് വരും. ഇത് കൂടാതെ ഹോസ്റ്റൽ ഫീയും, മെസ് ഫീയും, സ്പെഷ്യൽ ഫീയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഒരു ഫീ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയ ശേഷം കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ ചൂസ് ചെയ്ത് തന്നെ സെലക്റ്റീവ് ആയിട്ട് തന്നെ ഓരോന്നും ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.